ഹലോ കൂട്ടുകാരെ, സഹകാരി റൈസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ വരാൻ പോകുന്ന പുതിയ വിജ്ഞാപനമായ കമ്പനി ബോർഡ് LD ടൈപ്പിസ്റ്റിന് വേണ്ടിയിട്ടുള്ള IT ഭാഗത്തിൽ സോഫ്റ്റ്വെയർ ഭാഗമാണ് നമ്മളിന്ന് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, 40 മാർക്കിൻ്റെ ടോപ്പിക്കാണ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. അതിൽ 30 മാർക്കോളം സോഫ്റ്റ്വെയറാണ്. 30 മാർക്കിനും സോഫ്റ്റ്വെയറായ വേർഡ്, എക്സൽ, പവർ പോയിൻ്റ് വെർഷൻസ് ആയിരിക്കും. 2007 വെർഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് വരിക. PSCയുടെ സിലബസ് പ്രകാരം അങ്ങനെയാണ്. മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ 2007 വെർഷൻസ്, മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ്, മൈക്രോസോഫ്റ്റ് ഓഫീസ് എക്സൽ, അതുപോലെ മൈക്രോസോഫ്റ്റ് ഓഫീസ് പവർ പോയിൻ്റ് 2007 വെർഷനാണ് നിങ്ങൾക്ക് പഠിക്കാൻ വരിക. ഓക്കെ, അപ്പോൾ ആ പറഞ്ഞ സോഫ്റ്റ്വെയറുകളാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്ത് തുടങ്ങുന്നത്. ആദ്യമേ തന്നെ മൈക്രോസോഫ്റ്റ് വേർഡ് ആയിരിക്കും നിങ്ങൾക്ക് പഠിപ്പിക്കുക. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ കംപ്ലീറ്റ്ലി പ്രാക്ടിക്കൽ ക്ലാസ് ആയിരിക്കും ഇനി മുതൽ തരിക. ഓക്കെ, അതായത് പഴയതുപോലെ സ്ലൈഡ് വെച്ചിട്ടുള്ള നോട്ട് വായിച്ച് പറയുന്ന പരിപാടിയല്ല. കംപ്ലീറ്റ്ലി പ്രാക്ടിക്കലി നിങ്ങൾക്ക് എങ്ങനെ ഇത് ചെയ്യാം എന്നുള്ള രീതിയിൽ അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യനൊക്കെ ചേർത്തുകൊണ്ടുള്ള ക്ലാസ്സുകളായിരിക്കും മുന്നോട്ട് വരിക. ഇപ്പോൾ കൃത്യമായിട്ടും പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഇവിടെ എടുക്കുന്ന ക്ലാസ്സിൻ്റെ PDF നോട്ട്, ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രാക്ടിക്കൽ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട PDF നോട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, അപ്പോൾ അതെന്തായാലും അത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് തുടങ്ങാം, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ക്ലാസ് ഇന്ന് മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡിനെ കുറിച്ചായിരിക്കും, വേർഡ് 2007 വെർഷനെ കുറിച്ചായിരിക്കും പഠിക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യമേ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ വേർഡ് ആയാലും എക്സൽ ആയാലും പവർ പോയിൻ്റ് ആയാലും നമ്മൾ പഠിക്കുന്നത് 2007 വെർഷനാണ്. അപ്പോൾ ആ വെർഷൻ എന്താണെന്ന് ആദ്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയറുകളാണ് വേർഡ്, എക്സൽ, പവർ പോയിൻ്റുകൾ അല്ലേ? അപ്പോൾ അതിൽ തന്നെ എന്തിനാണ് ഈ പറഞ്ഞ ഈ വെർഷൻ എന്താണ്, അല്ലെങ്കിൽ 2007ൻ്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ഒരു 2019 വിളിച്ച ക്ലർക്ക് ടൈപ്പിസ്റ്റ് നോട്ടിഫിക്കേഷൻ മുതലാണ് PSC എന്ത് ചെയ്തത്, സിലബസ് ചേഞ്ച് ചെയ്ത് തുടങ്ങിയത്. 2019 ക്ലർക്ക് ടൈപ്പിസ്റ്റ് നോട്ടിഫിക്കേഷൻ വരുന്നത്, 21 പരീക്ഷ നടക്കുന്നത്. കൊറോണ കാരണം എക്സാം മാറ്റി വെച്ച് പിന്നെ 21 നടന്നത്. അതുമുതലാണ് PSCയുടെ പുതിയ സിലബസ് വരുന്നത്. അതിന് മുമ്പേ ഉള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്താൽ അറിയാൻ പറ്റും. 2003 വെർഷനൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് മിക്സഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. 2019 ക്ലർക്ക് ടൈപ്പിസ്റ്റിൻ്റെ തസ്തിക, ആ ക്ലർക്ക് ടൈപ്പിസ്റ്റ് ആണ് ലാസ്റ്റ് വിളിച്ച ക്ലർക്ക് ടൈപ്പിസ്റ്റ് 2019. ആ തസ്തിക മുതലാണ് PSC സിലബസ് എന്ത് ചെയ്തത്, മാറ്റി തുടങ്ങി 2007 എന്ന് പറയുന്ന വെർഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ അവിടെ 2007 വരുമ്പോൾ എന്താ സംഭവിച്ചത്? 2007 വരുമ്പോൾ ഈ പറഞ്ഞ മൈക്രോസോഫ്റ്റ് ഓഫീസ് എൻ്റർപ്രൈസസിൻ്റെ സോഫ്റ്റ്വെയറിലെല്ലാം അവർ XML എന്ന് പറയുന്ന ലാംഗ്വേജ് ഉൾപ്പെടുത്തുകയും, XML എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ് ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തുകയും, അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ 2007 മുതൽ ഇങ്ങോട്ടുള്ളത്, ഇപ്പോൾ മൈക്രോസോഫ്റ്റ് 365 വരെ ഉണ്ട് അല്ലേ? മൈക്രോസോഫ്റ്റ് 365 ആണ് ലേറ്റസ്റ്റ് ഓഫീസ് വെർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 365 വരെയുള്ള വെർഷൻസിലെല്ലാം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, ഇവ സേവ് ചെയ്യുന്ന ഫയൽ നെയിമിനോടൊപ്പം X എന്ന് പറയുന്ന ഒരു അക്ഷരം കൂടി അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ കൂടി വരുന്നുണ്ട് അല്ലേ? അപ്പോൾ അതെന്തിന് സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ XML ലാംഗ്വേജിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് ഓർമ്മിക്കുക. അതായത് മുന്നോട്ട് വരുന്ന, അതായത് 2007 ഒരു ബേസ് വെർഷനാണ്. 2007 മുതലുള്ള ഇങ്ങോട്ടുള്ള എല്ലാ വെർഷനുകളുടെയും പ്രത്യേകത, നമ്മുടെ മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞാൽ കുറേ കൂടിയൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിച്ച് കൂടുതലും ലോഗോ GUI ബേസ്ഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ GUI ബേസ്ഡ് ആയിട്ട് യൂസറിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് തന്നിരിക്കുകയാണ്. ഓക്കെ, അതായത് ഇപ്പോൾ കണ്ടന്റുകളെ ഒരു ഐക്കൺ രൂപത്തിലേക്ക് മാറ്റി യൂസറിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ ടൂളുകളുടെ രൂപത്തിലേക്ക് മാറ്റി, അല്ലെങ്കിൽ കമാൻഡുകളുടെ രൂപത്തിലേക്ക് മാറ്റി യൂസറിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. 2007 വെർഷനിലും അങ്ങനെ തന്നെയാണ്. മുന്നോട്ടുള്ള വെർഷനിൽ കുറേ കൂടിയൊക്കെ അഡ്വാൻസ്ഡ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ 2007 വെർഷനാണ് നമ്മളിന്ന് പഠിച്ചു തുടങ്ങാൻ പോകുന്നത്. 2007 തന്നെയാണ് പഠിക്കാനുള്ളത്. മൈക്രോസോഫ്റ്റ് ഓഫീസ് 2007 വെർഷനാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം അതിൽ വേർഡാണ് പഠിക്കുന്നത്. വേർഡ് എങ്ങനെ പഠിക്കാം, എങ്ങനെ ഓപ്പൺ ചെയ്യാം, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നൊക്കെയാണ് നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യമേ തന്നെ ഒരു നോട്ട് ബുക്ക് എടുക്കുക, എന്നിട്ട് ഞാൻ പറയുന്നത് പോലെ എന്ത് ചെയ്യുക, പഠിച്ചെഴുതി വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ അല്ലേ? എങ്ങനെ ഓപ്പൺ ചെയ്യാം നമുക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ്? ഇത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഡെസ്ക്ടോപ്പാണ്. ഓക്കെ, ഡെസ്ക്ടോപ്പ് വിൻഡോസിൻ്റെ ഭാഗമാണ്. വിൻഡോസ്, ഇവിടെ ഒരു കാര്യം നിങ്ങൾ അറിയേണ്ടതുണ്ട്, ഓർമ്മിക്കുക.
അപ്പോൾ ഈ കാണുന്നത് വിൻഡോസ് 11 എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. നിങ്ങളുടെ ഫ്രണ്ടിൽ ഈ കാണുന്നത് വിൻഡോസ് 11 ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ വിൻഡോസിൻ്റെ ലേറ്റസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത് തന്നെയാണ്? വിൻഡോസ് 11 തന്നെയാണ്. ഓക്കെ അല്ലേ? കുറച്ചുകൂടിയൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ് 11 എന്ന് പറയുന്നത്. സോ അവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വിൻഡോസ് 11 എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലേറ്റസ്റ്റ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഓർമ്മിക്കുക, മൈക്രോസോഫ്റ്റിൻ്റെയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓഫീസ് വെർഷൻ ആയിരിക്കും ഇവിടെ കൂടുതലും സ്യൂട്ടായിട്ട് ഉപയോഗിക്കാൻ കഴിയുക. അപ്പം ഞാനെങ്കിലും നിങ്ങൾക്ക് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 2007 വെർഷൻ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എന്നേ ഉള്ളൂ. ക്ലിയർ അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം, 2007 വെർഷൻ്റെ കറക്റ്റായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കില്ല എന്നുള്ളത് ഞാൻ ആദ്യമേ പറയണം. അതിൽ വരുന്ന വ്യത്യാസങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. കാരണം കുറച്ച് വ്യത്യാസങ്ങളുണ്ട് അതിനകത്ത്. ഓക്കെ, ഓപ്ഷനിലായിരുന്നാലും ടൂളുകളിലായിരുന്നാലും കുറച്ച് വ്യത്യാസങ്ങൾ ഇവിടെ വരും. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് പോകാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ അത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക. കാരണം ഞാനിത് നമുക്കിപ്പോൾ നിലവിലുള്ള പ്ലാറ്റ്ഫോമിൽ മാത്രമല്ലേ ഓപ്പൺ ചെയ്യാൻ പറ്റും. നിലവിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്ലാറ്റ്ഫോം ഏതാണ്? വിൻഡോസ് 11 ആണ്. അത് കഴിഞ്ഞാൽ വിൻഡോസ് 10 ഉണ്ട്. ക്ലിയർ അല്ലേ? അതിന് മുമ്പോട്ടുള്ള വെർഷൻസ് എല്ലാം മൈക്രോസോഫ്റ്റ് എന്ത് ചെയ്തതാണ്? അബോളിഷ് ചെയ്തതാണ്. നിലവിൽ പ്രവർത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 2 വെർഷൻസ് എന്ന് പറയുന്നത് വിൻഡോസ് 10 വിൻഡോസ് 11 ആണ്. അതിൽ ലേറ്റസ്റ്റ് വിൻഡോസ് 11 ആണ്. അപ്പോൾ ആ വിൻഡോസ് 11 ഞാൻ പഴയ മൈക്രോസോഫ്റ്റ് ഓഫീസ് 2007 വെർഷൻ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് പഠിപ്പിക്കുകയാണെന്ന് ഞാൻ ആദ്യമേ പറയുകയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ എങ്ങനെ നമുക്കിത് വിൻഡോസിൽ ഓപ്പൺ ചെയ്യാം എന്നുള്ളത് ഓർമ്മിക്കാം. വിൻഡോസിൽ ഇത് ഓപ്പൺ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. ഇത് വിൻഡോസിൻ്റെ ഡെസ്ക്ടോപ്പാണ്, ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഈ ഡെസ്ക്ടോപ്പിൽ ഐക്കൺ രൂപത്തിൽ ഒരു മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ ഫയൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഐക്കൺ രൂപത്തിലൊന്നും ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് എവിടെ പോവാം? നമുക്ക് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, കണ്ടോ? സൈഡിലൊരു ബട്ടൺ ഉണ്ട്. ഇതിന് സ്റ്റാർട്ട് ബട്ടൺ എന്ന് പറയും. അപ്പോൾ ഈ സ്റ്റാർട്ട് ബട്ടണാണ്. സ്റ്റാർട്ട് ബട്ടൺ ഓപ്പൺ ആയി വരും. സ്റ്റാർട്ട് ബട്ടണിനകത്ത് പോയിട്ട് നിങ്ങൾക്ക് ആൾ ആപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഓൾ പ്രോഗ്രാംസ് എന്ന് പണ്ട് 2007 വെർഷനിൽ പഠിക്കും നിങ്ങൾ, അല്ലെങ്കിൽ വിൻഡോസ് 7 പഠിക്കും. ഇത് ഓൾ പ്രോഗ്രാംസ് ആണ്, അല്ലെങ്കിൽ ഓൾ ആപ്സ് ആണ് എന്നുള്ളതാണ്. ഓൾ ആപ്സിൽ നോക്കി, ആപ്സിൽ മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് പറയുന്ന ഒരു ഭാഗം കാണും. കണ്ടോ? മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് പറയുന്ന ഒരു ടൂളുണ്ട്. ഇതിനകത്ത് പോകുമ്പോൾ മൈക്രോസോഫ്റ്റ് ഓഫീസ് എൻ്റർപ്രൈസസിൻ്റെ കണ്ടോ? മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് 2007 വെർഷൻ, അതുപോലെ മൈക്രോസോഫ്റ്റ് ഓഫീസ് എക്സൽ 2007 വെർഷൻ, മൈക്രോസോഫ്റ്റ് ഓഫീസ് പവർ പോയിന്റ് 2007 വെർഷൻ, ഇതെല്ലാം ഇതിനകത്ത് കാണും. ക്ലിയർലേ? ഇത് ഞാൻ 2007 ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇത് കാണാൻ കഴിയുക. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഏതെടുക്കുകയാണ്? മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് 2007 എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഞാൻ എന്ത് ചെയ്യാണ്? ഓപ്പൺ ചെയ്യുകയാണ് എന്നുള്ളതാണ് പഠിക്കേണ്ടത്. ഓക്കെ അല്ലേ? ഇപ്പോൾ ഓപ്പണായി വന്നത് ഏതാണ്? മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് 2007 വെർഷനാണ് ഇപ്പോൾ ഓപ്പണായി വന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതാണ് മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് 2007 വെർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വേർഡ് വിൻഡോയാണ് ഈ കാണുന്നത് എന്താണ്? വേർഡ് വിൻഡോയാണ്. അപ്പോൾ ഈ വേർഡ് വിൻഡോയുടെ പ്രത്യേകത ഇതൊക്കെയാണ് നമ്മൾ ആദ്യമേ പഠിക്കേണ്ടത്. ഇവിടെ എന്തൊക്കെ ഭാഗങ്ങളുണ്ട്, ആ ഭാഗങ്ങൾ ഏതൊക്കെയാണ്, എന്നിട്ട് ആ ഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. അതോടെ വേർഡ് കംപ്ലീറ്റ് ആവും. ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് മൈക്രോസോഫ്റ്റ് വേർഡ് തന്നെയാണ്. കാരണം ഇപ്പോൾ നമ്മുടെ ക്ലർക്ക് ടൈപ്പിസ്റ്റ് അല്ലെങ്കിൽ ഇതുപോലെ കമ്പനി ബോർഡ് ടൈപ്പിസ്റ്റൊക്കെ പോലെ പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് ആദ്യം പഠിക്കേണ്ടത് ഏത് തന്നെയാണ്? മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് 2007 വെർഷൻ പഠിക്കണം. എങ്കിൽ ബാക്കിയുള്ള സോഫ്റ്റ്വെയർ പഠിക്കാൻ എളുപ്പമാണ്. ആദ്യം ഏത് പഠിക്കുക എന്നുള്ളതാണ്? വേർഡ് നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ ആദ്യം അത് തന്നെയാണ് ചെയ്യുന്നത്. മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് വളരെ നന്നായിട്ട് പഠിക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് ഞാൻ ഓപ്പൺ ചെയ്തു. സ്റ്റാർട്ട് ബട്ടണിൽ നിന്നാണ്. സ്റ്റാർട്ട് ബട്ടണിൽ ഓൾ ഓപ്സിൽ മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് 2007 വെർഷൻ ഞാൻ എന്ത് ചെയ്തു? ഓപ്പൺ ചെയ്തു. ഇതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇതെങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് ചോദിച്ചാൽ, എല്ലാ പ്രോഗ്രാം ഫയലുകൾക്കും, അല്ലെങ്കിൽ ഇപ്പോൾ മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് ആണ് നിങ്ങൾ ഈ കാണുന്നത് അല്ലേ? മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് അല്ലേ ഈ കാണുന്നത്? ഇത് അതുപോലെ തന്നെ എക്സൽ ആയാലും പവർ പോയിന്റ് ആയാലും ഫോട്ടോഷോപ്പ് ആയാലും പേജ് മേക്കർ ആയാലും ഇവയ്ക്കെല്ലാം, ഈ പ്രോഗ്രാം ഫയലുകൾക്കെല്ലാം, ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾക്കെല്ലാം അവയുടേതായിട്ടുള്ള എക്സ്റ്റൻഷൻ ഉണ്ടാവും. ക്ലിയർലേ? നിങ്ങൾ ഇത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലേ? ഈ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഒരു ആപ്ലിക്കേഷൻ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് ഒരു ഫയൽ നെയിം കാണും. അത് സേവ് ആയിരിക്കുന്നത് .exe എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ വച്ചിട്ടായിരിക്കും. ക്ലിയർലേ? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളുടെ എക്സ്റ്റൻഷനാണ് .exe എന്ന് പറയുന്നത്. .exe വിൻഡോസിൽ
സപ്പോർട്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളുടെ എക്സ്റ്റൻഷനാണ് .exe എന്ന് പറയുന്നത്. മറക്കല്ല്, .exe എക്സിക്യൂട്ടബിൾ എന്നാണ് ഫുൾ ഫോം. .exe ഫയലുകൾ, അതായത് നമുക്കറിയാലോ ആൻഡ്രോയിഡ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്, മാക് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്, വിൻഡോസ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, വിൻഡോസിലും മാക്കിലും ആൻഡ്രോയിഡിലും ഒരുമിച്ച് ഒരിക്കലും ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. വിൻഡോസിന് പ്രത്യേകം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്, മാക്കിന് പ്രത്യേകം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്, ഇനി ആൻഡ്രോയിഡിന് പ്രത്യേകം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. എന്നാൽ ഇപ്പം നിങ്ങൾക്ക് അറിയാലോ, വാട്സപ്പ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഈ പറഞ്ഞ എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും എന്ത് ചെയ്യും, സപ്പോർട്ട് ചെയ്യും. അപ്പോൾ എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും സപ്പോർട്ട് ചെയ്യുമെങ്കിലും വിൻഡോസിൽ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ വിൻഡോസിലെ സെറ്റപ്പ് അല്ല, വിൻഡോസിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന അതേ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ല മാക്കിലോ ആൻഡ്രോയിഡിലോ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ആ പ്ലാറ്റ്ഫോമിലേക്ക് വേണ്ടി പ്രത്യേകം നിർമ്മിച്ചവയായിരിക്കും. ഓർമ്മിച്ചിരിക്കുക, ഇത് ഈ പറഞ്ഞത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. സോ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് നമുക്കൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അത് .exe എന്ന് പറയുന്ന എക്സ്റ്റൻഷനിൽ സേവ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. .exe എക്സിക്യൂട്ടബിൾ എന്ന് പറയുന്ന .exe എന്ന് പറയുന്ന എക്സ്റ്റൻഷനിൽ സേവ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് മാത്രമേ വിൻഡോസിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ്രോയിഡിൽ നിങ്ങൾക്ക് അറിയാം .apk ഫയലുകളെന്ന് നിങ്ങൾ പലർക്കും അറിയായിരിക്കും. .apk ഫയലുകളാണ് അവിടെ ഇൻസ്റ്റാൾ ആവുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ എപ്പോഴും ഓർമ്മിക്കുക .exe ഫയലായിരിക്കണം. അപ്പോൾ എന്തായാലും ഇത് മൈക്രോസോഫ്റ്റ് വേർഡാണ്, ഇതിനകത്ത് ഇൻസ്റ്റാൾ ആയവയാണ്. ഈ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിന് ഉറപ്പായിട്ടും ഒരു ഫയൽ നെയിം ഉണ്ടാവും. ക്ലിയർ അല്ലേ? മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ ഫയൽ നെയിമാണ് വിൻവേർഡ് എന്ന് പറയുന്നത്. winword.exe എന്നുള്ളതാണ്. മറക്കല്ല, മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ ആപ്ലിക്കേഷൻ ഫയൽ നെയിമാണ് winword.exe. ഇതറിയാമെങ്കിൽ, ഈ ആപ്ലിക്കേഷൻ ഫയൽ നെയിം അറിയാമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ബട്ടണിൽ പോയിട്ട് റൺ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നിന്ന് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും. റൺ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്, ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണത്. നോക്കി, ഇവിടെ സ്റ്റാർട്ട് ബട്ടൺ എടുത്തു. നോക്കിയാൽ ഞാൻ സ്റ്റാർട്ട് ബട്ടണിൽ റൺ എന്ന് ടൈപ്പ് ചെയ്തു. നോക്കിയോ, റൺ എന്ന് ടൈപ്പ് ചെയ്തു. നോക്കിയേ, റൺ എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. കണ്ടോ, റൺ എന്ന് ടൈപ്പ് ചെയ്തപ്പോഴത്തേക്ക് റൺ ബോക്സ് വന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ബട്ടൺ അല്ലെങ്കിൽ വിൻഡോസ് ബട്ടൺ ഇല്ലേ, കീബോർഡിൽ കൺട്രോളിൻ്റെയും ഓൾട്ടിൻ്റെയും നടുക്ക് കിടക്കുന്ന വിൻഡോസ് ബട്ടൺ പ്രസ് ചെയ്ത് വെച്ചിട്ട് ഹോൾഡ് ചെയ്തിട്ട് 6 കൊടുത്താൽ മതി. 6 6 അല്ല, 6 ABCDയിൽ 6. വിൻഡോസ് 6 കൊടുക്കുമ്പോൾ ഈ ബോക്സ് വരും. ഇതിൻ്റെ പേര് റൺ ബോക്സ് എന്നുള്ളതാണ്. റണ്ണാണ്, ഈ പ്രോഗ്രാമാണ്, ഇതൊരു റണ്ണാണ്. റൺ എന്ന് പറഞ്ഞാൽ നമ്മൾ വിൻഡോസിൽ ഇൻസ്റ്റാൾ ആയിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷനുകളും നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. എന്തറിഞ്ഞാൽ മതി? എക്സ്റ്റൻഷൻ നെയിം അറിഞ്ഞാൽ മതി, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ്റെ ഫയൽ നെയിം അറിഞ്ഞാൽ മതി. ഓക്കെ അല്ലേ? അപ്പം ഞാൻ ഇവിടെ ആപ്ലിക്കേഷൻ്റെ ഫയൽ നെയിം കൊടുക്കുകയാണ്. വിൻവേർഡ് എന്നല്ലേ പറഞ്ഞത്? വിൻവേർഡ് എന്ന് ടൈപ്പ് ചെയ്യണം. നോക്കിയോ, വിൻവേർഡ്. നോക്കിയടാ, വിൻവേർഡ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ വരും. കണ്ട, ഇവിടെ നേരത്തെ ടൈപ്പ് ചെയ്തുകൊണ്ട് വന്നതാണ് വിൻവേർഡ്, WINWORD, വിൻവേർഡ് അല്ലെങ്കിൽ winword.exe. രണ്ട് രീതിയിലും കൊടുക്കാം. ഞാൻ വിൻവേർഡ് എന്ന് കൊടുത്തു, ഓക്കെ കൊടുത്തു. കണ്ട, അപ്പോഴും ഏത് ഓപ്പണായി വന്നു? മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പണായി വന്നു എന്നുള്ളത് അവിടെ ഓർമ്മിച്ച് വച്ചിരിക്കുക. ശരി, മൈക്രോസോഫ്റ്റ് വേർഡ് എന്ത് ചെയ്തു? ഇപ്പം ഓപ്പണായി വന്നു അല്ലേ? മൈക്രോസോഫ്റ്റ് വേർഡ് ഇപ്പോൾ ഓപ്പണായി വന്നില്ലേ? അപ്പോൾ ഈ മൈക്രോസോഫ്റ്റ് വേർഡിനകത്ത് നിന്നാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. ശ്രദ്ധിച്ചിരിക്കുക, എഴുതി പോവുക, ഹെഡിങ് കൊടുക്കുക, നിങ്ങളുടെ ബുക്കിൽ എഴുതുക, സ്ട്രക്ചർ ഓഫ് മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് എന്ന് ഹെഡിങ് കൊടുക്കുക. ഓക്കെ, സ്ട്രക്ചർ ഓഫ് മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ്. നോക്കി, വേർഡിൻ്റെ സ്ട്രക്ചറാണ് പഠിക്കുന്നത്. നമ്മൾ ഈ കാണുന്നത് വേർഡ് വിൻഡോ ആണ്. ഈ പുറകിൽ കാണുന്നതിൻ്റെ പേര് വേർഡ് വിൻഡോ എന്നാണ്. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഈ വേർഡ് വിൻഡോയെ ഒരു 17 ഭാഗങ്ങളാക്കി മാറ്റുകയാണ്. 17 ഭാഗങ്ങളാക്കി മാറ്റുകയാണ്. ആദ്യമേ പറയാണ്, ഇങ്ങനെയൊന്നും ചോദിക്കില്ല ഒരിക്കലും PSC. 17 വേർഡ് വിൻഡോയ്ക്ക് എത്ര ഭാഗങ്ങളുണ്ടെന്നൊന്നും ഒരിക്കലും ചോദിക്കില്ല. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഇതിനെ എത്ര ഭാഗങ്ങളാക്കിയാണ്? 17 ഭാഗങ്ങളാക്കി മാറ്റുകയാണ് എന്നുള്ളത് ഓർമ്മിച്ചിരിക്കുക. അതിലൊരു ഭാഗത്തെ നമുക്ക് ഈ മുകളിലുള്ള ഇത്രയും നിങ്ങളിവിടെ കാണുന്നുണ്ടായിരിക്കുമല്ലോ, ഈ മൂന്ന് കാര്യങ്ങൾ കാണുന്നുണ്ടായിരിക്കുമല്ലോ. ക്ലോസ്, മാക്സിമൈസ്, റീസ്റ്റോർ, മിനിമൈസ് എന്ന് പറയുന്ന ഈ 3 ഭാഗങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ ഈ 3 ഭാഗങ്ങളെയും കൂടി ചേർത്ത്, ഇവിടെ 3 അല്ല 4 കാര്യങ്ങളുണ്ട്. അല്ല, ഇരിക്കുന്ന ഈ ഒരു ഭാഗത്തെ ഞാൻ ഇടുന്ന പേരാണ് കൺട്രോൾ
ബോക്സ് എന്ന് പറയുന്നു. കൺട്രോൾ ബോക്സ്. അപ്പോൾ നിങ്ങൾ അവിടെ എഴുതുക ഒന്നാമത്തെ ഭാഗം കൺട്രോൾ ബോക്സ് എന്ന് എഴുതുക. ക്ലിയർ അല്ലേ? ഒന്നാമത്തെ ഭാഗം ഏതാണ്? കൺട്രോൾ ബോക്സ് എന്ന് എഴുതുക. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ ഭാഗം നോക്കിയ പിള്ളേരെ, ഈ കാണുന്ന നീല കളറിലെ ബാർ കണ്ടോ? മുകളിലുള്ള ഈ നീല കളറിലെ ബാർ കണ്ടില്ലേ? ഇതിൻ്റെ പേര് ടൈറ്റിൽ ബാർ. അതിനിപ്പോൾ ഇവിടെ മാത്രമല്ല, ഏതൊരു ആപ്ലിക്കേഷനിലും മുകളിൽ ബാർ ഉണ്ടാവും. അതിൻ്റെ പേരെന്ത് തന്നെയാണ്? ടൈറ്റിൽ ബാർ തന്നെയാണ്. വിൻഡോസിൽ ഓപ്പൺ ആകുന്ന എല്ലാ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾക്കും മുകളിൽ എന്തുണ്ട്? ടൈറ്റിൽ ബാർ ഉണ്ടാവും. ക്ലിയർ അല്ല? അപ്പോൾ അത് ടൈറ്റിൽ ബാറാണ് എന്നുള്ളത് പഠിക്കുക. ടൈറ്റിൽ ബാർ. ഓക്കെ അല്ലേ? ഇതാണ്ട് ഈ കാണുന്ന ഒരു ഭാഗം കണ്ടോ നിങ്ങൾ? ഇവിടെ കണ്ടില്ലേ ഒരു ഭാഗം ഇരിക്കുന്നില്ലേ? ഇതിൻ്റെ പേരാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. ടൈറ്റിൽ ബാർ ആണിത്. ടൈറ്റിൽ ബാറിൻ്റെ ഏത് സൈഡിലാണ്? ടൈറ്റിൽ ബാറിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഏതുള്ളത്? ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. മറക്കല്ലേ? ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്നാണ് അതിൻ്റെ പേര്. ഇനി നോക്കി, അതിൻ്റെ തൊട്ടടുത്തൊരു റൗണ്ട് കളറിലൊരു ലോഗോ ഇരിക്കുന്നുണ്ടാവും. ഒരു ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിലുള്ളൊരു ലോഗോ, ഒരു പേരും ഇല്ലാത്തൊരു ലോഗോ. അതിൻ്റെ പേരാണ്, ആ ലോഗോയുടെ പേര്. അതിൽ മൈക്രോസോഫ്റ്റ് എൻ്റർപ്രൈസസിൻ്റെ എന്തുണ്ട്? ലോഗോ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ അതിൻ്റെ പേര്, അതായത് ഇതൊരു മൈക്രോസോഫ്റ്റ് പ്രോഡക്റ്റ് ആണെന്ന് അവിടെ നോക്കുമ്പോൾ അറിയാം. കാരണം മൈക്രോസോഫ്റ്റിൻ്റെ ലോഗോ അതിനകത്തുള്ളത്. പഴയ ലോഗോയാണ് മൈക്രോസോഫ്റ്റിൻ്റെ. അപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ ലോഗോ അതിനകത്ത് ഇരിപ്പുണ്ട്. ഈ പറഞ്ഞ ആ ലോഗോ ഉള്ള ആ റൗണ്ട് ബട്ടൻ്റെ പേരാണ് ഓഫീസ് ബട്ടൺ എന്ന് പറയും. മറക്കല്ലേ പിള്ളേരെ? അതിൻ്റെ പേര് ഓഫീസ് ബട്ടൺ ആണ് അല്ലേ? ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ടൈറ്റിൽ ബാർ. ഈ പറഞ്ഞ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ അങ്ങനെ തന്നെയാണ്. ലെഫ്റ്റ് സൈഡ് കോർണർ ഓഫ് ദ ടൈറ്റിൽ ബാർ എന്ന് പഠിച്ചു വെച്ചോളൂ. പ്രീവിയസ് ക്വസ്റ്റിനെ കുറേ പ്രാവശ്യം ചോദിച്ചതാണ്. ഈ പറഞ്ഞ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എവിടെയാണ് കാണപ്പെടുന്നത്? ലെഫ്റ്റ് സൈഡും ഉണ്ടായിരുന്നു, ലെഫ്റ്റ് സൈഡ് കോർണറും ഉണ്ടായിരുന്നു. ലെഫ്റ്റ് സൈഡ് കോർണർ എടുക്കുക, കോർണറിൽ അല്ലെങ്കിൽ കോർണർ എടുക്കുക, അങ്ങനെ എടുക്കുക. ക്ലിയർലേ? ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ഡിഫോൾട്ട്ലി ഷോ ചെയ്യുന്ന എവിടെയായിരിക്കും? ലെഫ്റ്റ് സൈഡ് കോർണർ ഓഫ് ദ ടൈറ്റിൽ ബാർ എന്ന് എടുക്കുക. അങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്. PSC ആൻസർ കൊടുത്തതാണത്. ശരി, തൊട്ടടുത്ത് കിടക്കുന്നത് ഓഫീസ് ബട്ടൺ ആണ് എന്നുള്ളത് ഓർമ്മിച്ചിരിക്കുക. അത് ഓഫീസ് ബട്ടൺ ആണെന്ന് പഠിക്കണം. ക്ലിയർ അല്ലേ? ശരി, ഇനി അടുത്ത ഭാഗമാണ്. ഇപ്പോൾ നമ്മൾ എത്ര ഭാഗങ്ങൾ പഠിച്ചു? 4 അല്ലേ? കൺട്രോൾ ബോക്സ്, ടൈറ്റിൽ ബാർ, ക്വിക്ക് ആക്സസ് ടൂൾ ബാർ, ഓഫീസ് ബട്ടൺ. ഇനി നോക്കി, അടുത്ത ഭാഗമാണ്. അടുത്ത ഭാഗം എന്താണ്ട് ഇവിടെ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെ ഇങ്ങ് അറ്റത്തായിട്ട്, അതായത് കൺട്രോൾ ബോക്സിന് തൊട്ട് താഴെയായിട്ട് കാണുന്ന ഒരു ഭാഗമുണ്ട്. അതിൻ്റെ പേരാണ് ഹെൽപ്പ് ഐക്കൺ. മറക്കല്ലേ? ഹെൽപ്പ് ഐക്കൺ എന്ന് പറയും. അപ്പോൾ നമ്മൾ 5 ഭാഗങ്ങളാണ് ഇപ്പോൾ പഠിച്ചത്. ഓക്കെ അല്ലേ? 5 ഭാഗങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത് 6ാമത്തെ വളരെ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്കാണ് പോകുന്നത്. 6ാമത്തെ ഭാഗം നമുക്ക് ഇങ്ങനെ എഴുതാം. 7 ടാബുകൾ, 7 ടാബ്സ് ആൻഡ് റിബൺസ് എന്ന് എഴുതാം. ക്ലിയർലി? മറക്കരുത്, 7 ടാബുകളും റിബണും. ഓർമ്മിക്കുക, 7 ടാബുകളും റിബണും എന്നാണ് നമ്മൾ ഇതിന് പറയുന്നത്. 6ാമത്തെ ഭാഗം 7 ടാബ്സ് ആൻഡ് റിബൺസ്. അതാണ്ട് ഈ കാണുന്ന ഈ ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട്, റെഫറൻസ്, മെയിലിങ്സ്, റിവ്യൂ, വ്യൂ എന്ന് കിടക്കുന്നില്ലേ? ആ 7 ടാബുകളും അതിൻ്റെ റിബൺസും ആണ് നമുക്ക് അടുത്ത് പറയാനുള്ളത്. ഇനി അടുത്ത് നോക്കിയ അടുത്ത ഭാഗമാണ്, നമുക്ക് 2 കൂടി ചേർത്ത് പറയാം. റൂളറാണ്. അടുത്ത ഭാഗം ഏതാണ്? റൂളറാണ്. ഇവിടെ നമുക്ക് 2 റൂളറുണ്ട്. ഈ മുകളിൽ കാണുന്ന ഇതിനെ നമ്മൾ, മുകളിൽ കാണുന്ന റൂളർ കണ്ടോ? മുകളിൽ കാണുന്ന സ്കെയിൽ കണ്ടോ? റൂളർ. ഇതിനെ നമ്മൾ ഹൊറിസോണ്ടൽ റൂളർ എന്നും, അതുകൊണ്ട് ഇവിടെ സൈഡിൽ ഒരെണ്ണമുണ്ട്, ഇതിനെ വെർട്ടിക്കൽ റൂളർ എന്നും പറയും. അപ്പോൾ 2 റൂളറുകളാണ് നമുക്കുള്ളത്. ഏതൊക്കെയാ? ഹൊറിസോണ്ടൽ റൂളറും വെർട്ടിക്കൽ റൂളറും. മറന്നു പോകരുത്. ഏതൊക്കെയാണ്? ഹൊറിസോണ്ടൽ റൂളറും വെർട്ടിക്കൽ റൂളറും. അങ്ങനെ 2 തരത്തിലുള്ള റൂളറുകൾ നമുക്കുണ്ട്. ഓക്കെ അല്ലേ? അതാണ് അടുത്ത 7ാമത്തെ ഭാഗമായിട്ട് നിങ്ങൾ എഴുതേണ്ടത്. ഇനി 8ാമത്തെ ഭാഗമാണ്. അതാണ്ട് ഈ ഹൊറിസോണ്ടൽ റൂളറിലെ അല്ലെങ്കിൽ വെർട്ടിക്കൽ റൂളർ ഉണ്ട്. വെർട്ടിക്കൽ റൂളറിൻ്റെ നേരെ മുകളിൽ നോക്കി ഒരു ബോക്സ് അവിടെ ഉണ്ട്. എല്ലാം എഴുതിയൊരു ബോക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. ഒരു എല്ലാം എഴുതിയൊരു ബോക്സ് ഇല്ലേ? ഇതിൻ്റെ പേരാണ്, ആ ബോക്സിൻ്റെ പേരാണ്, മറന്നു പോകരുത്, ടാബ് സ്റ്റോപ്പ് ബോക്സ് എന്ന് പറയും. മറക്കല്ലേ? ടാബ് സ്റ്റോപ്പ് ബോക്സ് എന്നാണ് അതിൻ്റെ പേര്. ഓർമ്മിക്കുക, ടാബ് സ്റ്റോപ്പ് ബോക്സ് എന്നാണ് അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ആ ബോക്സ് ആണത്. അതിൻ്റെ പേര് അതാണ്, ടാബ് സ്റ്റോപ്പ് ബോക്സ് ആണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നോക്കിയ അടുത്ത ഭാഗം. ഇപ്പോൾ 8 ഭാഗമായ 9ാമത്തെ ഭാഗമാണ്. ഇവിടെ തന്നെ തിരിച്ച് വരിക, ഈ സൈഡിൽ തന്നെ വരിക, റൈറ്റ് സൈഡിലേക്ക് വരിക. ഇവിടെ കണ്ടോ? ഇവിടെ ഒരു ബോക്സ് ഇരിപ്പുണ്ട് ഈ സൈഡിലായിട്ട്. അതായത് ഹൊറിസോണ്ടൽ റൂളറിൻ്റെ ഏറ്റവും അറ്റത്ത് സൈഡിലായിട്ട്, റൈറ്റ് സൈഡ് അറ്റത്തായിട്ടാണ്, ഹൊറിസോണ്ടൽ റൂളറിൻ്റെ റൈറ്റ് സൈഡ് അറ്റത്തായിട്ട് ഒരു ബോക്സ് ഇരിപ്പുണ്ട്. ആ ബോക്സിൻ്റെ പേരാണ് വ്യൂ
റൂളർ ബട്ടൺ എന്ന് പറയും. മറക്കല്ലേ, വ്യൂ റൂളർ ബട്ടൺ എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ അല്ലേ? അതിന് താഴെയായിട്ടൊരു ബാറുണ്ട്. അതിന് താഴെയായിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യാൻ കഴിയുന്ന ഒരു ബാറുണ്ട്. അതിൻ്റെ പേര് സ്ക്രോൾ ബാറാണ്. വെർട്ടിക്കൽ സ്ക്രോൾ ബാർ എന്നാണ് അതിൻ്റെ പേര്. മറക്കരുത്, വെർട്ടിക്കൽ സ്ക്രോൾ ബാർ എന്നാണ്. ഇനി അതിന് താഴെയായിട്ട്, ആ വെർട്ടിക്കൽ സ്ക്രോൾ ബാറിന് താഴെയായിട്ട് ദാ നോക്കിയേ, ഇവിടെ ഒരു ആരോ മാർക്ക് ഇരിക്കുന്നത് കണ്ടോ? അത് കഴിഞ്ഞൊരു ഗ്ലോബിൻ്റെ പടമുണ്ട്, ഒരു 0 പോലത്തെ ഒരു പടമുണ്ട്, ഒരു 0, ഒരു റൗണ്ട് ആകൃതിയിലുള്ള ഒരു ഓപ്ഷനുണ്ട്. അതിന് താഴെ വീണ്ടും ഒരു ആരോ മാർക്കുണ്ട്. 3 എണ്ണം ഒരുമിച്ച് പഠിക്കണം. ക്ലിയർ അല്ലേ? അതായത് പ്രീവിയസ് പേജ്, ബ്രൗസ് ബട്ടൺ, നെക്സ്റ്റ് പേജ്. 3 പേരുകൾ നോക്കുക. 3 പേരുകൾ നിങ്ങൾക്ക് നോട്ടിൽ ഉറപ്പായിട്ട് ഇത് വരച്ച് തന്നെ തന്നിട്ടുണ്ട്. എങ്കിലും ഇവിടെ പഠിക്കണം. ഇത് ഓർമ്മിക്കുക, കാണാതെ പഠിക്കണം. ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാനുള്ളതാണ്? എടുത്ത് പഠിക്കാനുള്ളതാണ്. ഞാൻ നിങ്ങൾക്ക് സ്ട്രക്ചർ പരിചയപ്പെടുത്തുന്നതേ ഉള്ളൂ. ഈ സ്ട്രക്ചറുകളെല്ലാം നമുക്ക് എന്ത് ചെയ്യണം? ഓരോന്നോരോന്നായിട്ട് പഠിക്കണം. അത് പഠിച്ച് തീരുമ്പോൾ വേർഡ് തീരും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് പഠിച്ചത് 3 എണ്ണം ഒരുമിച്ചാണ്. പ്രീവിയസ് പേജ് പറഞ്ഞ് പഠിക്കണേ പിള്ളേരെ. പ്രീവിയസ് പേജ്, ബ്രൗസ് ബട്ടൺ, നെക്സ്റ്റ് പേജ്. ഓർമ്മിക്കുക, പ്രീവിയസ് പേജ്, ബ്രൗസ് ബട്ടൺ, നെക്സ്റ്റ് പേജ്. ഇനി അടുത്ത ഭാഗമാണ്. ദാണ്ട താഴെ കാണുന്നത് ഈ ഒരു ലൈൻ കണ്ടോ? ഒരു ബാർ കണ്ടില്ലേ താഴെ? കണ്ടോ? ഈ ബാറിൻ്റെ പേരാണ് സ്റ്റാറ്റസ് ബാർ. മറക്കല്ലേ, സ്റ്റാറ്റസ് ബാർ എന്നതിനെ പറയും. ഓർമ്മിക്കണേ, സ്റ്റാറ്റസ് ബാർ എന്നതിനെ പറയും. ഈ സ്റ്റാറ്റസ് ബാർ കണ്ടോ? ഈ സ്റ്റാറ്റസ് ബാർ ഇവിടെ മുതൽ താഴെ അങ്ങറ്റം വരെ സ്റ്റാറ്റസ് ബാറാണ്. ഓക്കെ അല്ലേ? ഈ സ്റ്റാറ്റസ് ബാറിൻ്റെ റൈറ്റ് സൈഡിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കണം. 2 അല്ല 3 എണ്ണം പഠിക്കണം. എങ്കിലും ഓർമ്മിക്കുക, 2 എണ്ണം പ്രധാനമായിട്ട് ആദ്യം പഠിച്ചാൽ മതി. ആദ്യം ഇരിക്കുന്നതാണ്ട് ഈ ഒരു ഭാഗത്തെ വിളിക്കുന്ന പേരാണ്. ഇവിടെ കുറച്ച് ബട്ടൺസ് ഉണ്ട്. ഈ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് വ്യൂ ബട്ടൺസ് അല്ലെങ്കിൽ വ്യൂ ഷോർട്ട് കട്ട്സ് എന്നതിനെ പറയും. ഓർമ്മിക്കുക, വ്യൂ ബട്ടൺ അല്ലെങ്കിൽ വ്യൂ ഷോർട്ട് കട്ട്സ്. മുകളിൽ നമ്മൾ വ്യൂ റൂളർ ബട്ടൺ പഠിച്ചേ. ഇത് വ്യൂ ഷോർട്ട് കട്ട്സ് ആണ്, അല്ലെങ്കിൽ വ്യൂ ബട്ടൺസ് എന്നതിനെ പറയും. ഓക്കെ അല്ലേ? അതിൻ്റെ തൊട്ടടുത്ത് 100% എന്ന് എഴുതിയിരിക്കുന്നുണ്ട്. കണ്ടല്ലോ, 100% എന്ന് അതിൻ്റെ തൊട്ടടുത്ത് എഴുതിയിട്ടുണ്ട്. അത് സൂമാണ്. അതിൻ്റെ അടുത്ത് സൂമിനെ കൺട്രോൾ ചെയ്യുന്ന മറ്റൊരു ഫംഗ്ഷൻ ഉണ്ട്. അതിൻ്റെ പേര് സൂം സ്ലൈഡർ ആണ്. വ്യൂ ഷോർട്ട് കട്ട്സ്, സൂം സ്ലൈഡർ, അങ്ങനെ 3 ഓപ്ഷൻ അവിടെ ഉണ്ട്. ഓർമ്മിക്കുക. ക്ലിയർലേ? ഇവിടെ ഈ 100 ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടില്ലേ, നിങ്ങൾക്ക് സൂം ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും. കണ്ടോ? സൂം ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വന്നു. ശരി, അപ്പോൾ അവിടെ 3 എണ്ണമാണുള്ളത്. വ്യൂ ഷോർട്ട് കട്ട്സ്, സൂം സ്ലൈഡർ, ഇങ്ങനെ 3 ഓപ്ഷൻസ് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ക്ലിയർലേ? സൂം നമ്മൾ കൂട്ടുന്നില്ല. വ്യൂ ഷോർട്ട് കട്ട്സും സൂം സ്ലൈഡറും അത് മതിയാവും. എങ്കിലും സൂം ഉണ്ടെന്നുള്ളത്, സൂം പ്രത്യേകം ഉണ്ടെന്നുള്ളത് ഒന്ന് ഓർമ്മിച്ചിരിക്കുക. ഞാൻ പറഞ്ഞ 17 ഭാഗങ്ങളിൽ സൂം ഇല്ല. ഓക്കെ അല്ലേ? സൂം ഇല്ലാതെ സൂം സ്ലൈഡറേ കൊടുത്തിട്ടുള്ളൂ. അതായത് വ്യൂ ഷോർട്ട് കട്ട്സും സൂം സ്ലൈഡറും. സൂം നമ്മൾ എന്തായാലും പഠിക്കുമല്ലോ, വ്യൂവിൽ പഠിക്കുമല്ലോ. ശരി, അപ്പോൾ എന്തായാലും നോക്കുക, ഓർമ്മിച്ചിരിക്കുക. അപ്പോൾ നമ്മളിവിടെ 16 ഭാഗങ്ങൾ തീർത്തു. ഇനി ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ കാണുന്ന ഈ പേജാണ്, അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ആണ്. ഒരു ഭാഗം എന്ന് പറയുന്നത്, ഒരു ഭാഗം എന്താണ്? ഡോക്യുമെൻ്റ് ആണ്. അതായത് 16 ഭാഗങ്ങൾ പ്ലസ് ഡോക്യുമെൻ്റ്, ടോട്ടൽ 17 ഭാഗങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ 17 ഭാഗങ്ങൾ നിങ്ങൾക്ക് ഒന്നുകൂടി പറഞ്ഞുതരാം. ഒന്നാമത്തത് കൺട്രോൾ ബോക്സ്, രണ്ടാമത്തത് ടൈറ്റിൽ ബാറ്, മൂന്നാമത്തത് ക്വിക്ക് ആക്സസ് ടൂൾ ബാറ്, നാലാമത്തത് ഓഫീസ് ബട്ടൺ, അഞ്ചാമത്തത് വളരെ പ്രധാനം ഹെൽപ്പ് ഐക്കൺ, ആറാമത്തത് 7 ടാബ്സ് ആൻഡ് റിബൺസ്. മറക്കല്ലേ, 7 ടാബ്സ് ആൻഡ് റിബൺസ്. ഏഴാമത്തത് വളരെ പ്രധാനം, ഏഴാമത്തതാണ് വെർട്ടിക്കൽ ഓർ ഹൊറിസോണ്ടൽ റൂളർ, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഓർ വെർട്ടിക്കൽ റൂളറാണ്. ക്ലിയർ അല്ലേ? എട്ടാമത്തെ ടാബ് സ്റ്റോപ്പ് ബോക്സ്. ഒൻപതാമത്തത് വ്യൂ റൂളർ ബട്ടൺ ആണ്. ഓർമ്മിച്ചിരിക്കുക. പത്താമത്തത് വളരെ പ്രധാനം, പത്താമത്തത് എന്താണ്? സ്ക്രോൾ ബാറാണ്. വെർട്ടിക്കൽ സ്ക്രോൾ ബാറാണെന്ന് ഓർമ്മിക്കുക. വെർട്ടിക്കൽ സ്ക്രോൾ ബാറാണ്. ക്ലിയർ അല്ലേ? 11ാമത്തത് പ്രീവിയസ് പേജ്, 12ാമത്തത് ബ്രൗസ് ബട്ടൺ, 13ാമത്തത് നെക്സ്റ്റ് പേജ്, 14ാമത്തത് ഇതാ കിടക്കുന്ന ഇതിൻ്റെ പേരാണ്, ഈ കാണുന്നതിൻ്റെ പേരാണ് ഏത്? ഈ ബാറിൻ്റെ പേരാണ് സ്റ്റാറ്റസ് ബാറ്. അടുത്തത് 15ാമത്തത് എന്താ? വ്യൂ ഷോർട്ട് കട്ട്സ് ആണ്. ഓർമ്മിക്കുക, വ്യൂ ഷോർട്ട് കട്ട്സ് ആണ്. അടുത്തത് എന്താണ്? സൂം സ്ലൈഡർ ആണ്. 16ാമത്തത് സൂം സ്ലൈഡർ, 17ാമത്തത് ഡോക്യുമെന്റ്. ക്ലിയർ അല്ലേ? 17ാമത്തത് ഡോക്യുമെന്റ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് വേർഡ് വിൻഡോയുടെ ഭാഗങ്ങളെന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഈ ഭാഗങ്ങളാണ് നമുക്ക് ഇനി എന്ത് ചെയ്യാനുള്ളത്? ഓരോന്നോരോന്നായിട്ട് പഠിക്കാനുള്ളത്. ഇത്രയും മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, നമ്മളപ്പോൾ വേർഡ് വിൻഡോയുടെ 17 ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു. 16 1 17, ഡോക്യുമെൻ്റ് കൂടി ചേർത്ത് 17 ഭാഗങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു വേർഡ് വിൻഡോയുടെ, അല്ലേ?
അപ്പോൾ ഇനി ആ ഓരോ ഭാഗങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ആദ്യത്തെ ഭാഗമെന്ന് പറയുന്നത് കൺട്രോൾ ബോക്സ് ആണ്. പിള്ളേരെ കൺട്രോൾ ബോക്സ് എന്ന് ഹെഡിങ് കൊടുക്കുക. കൺട്രോൾ ബോക്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. കൺട്രോൾ ബോക്സ് എന്താണെന്ന് ചോദിച്ചാൽ, കൺട്രോൾ ബോക്സ് എന്ന് പറഞ്ഞാൽ എന്താ? കൺട്രോൾ ചെയ്യുക അല്ലേ? എന്തൊക്കെ ചെയ്യുക? വേർഡ് വിൻഡോയെ കൺട്രോൾ ചെയ്യുക. വേർഡ് വിൻഡോയെ നമുക്ക് അവിടെ എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാമെന്ന് പഠിക്കണം. ഒന്നാമത്തത്, ഫസ്റ്റ് കൺട്രോൾ ബോക്സിലുള്ള ടൂൾസ് ഏതൊക്കെയാണ്, ഫംഗ്ഷൻ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. കൺട്രോൾ ബോക്സിലുള്ള ഒന്നാമത്തെ ടൂളാണ് ഇൻഡു മാർക്കായിട്ട് കിടക്കുന്നത്. കണ്ടോ നിങ്ങൾ? ക്ലോസ് ബട്ടൺ അവിടെ എഴുതി വെക്കണം. ക്ലോസ് ബട്ടണാണ് ഒന്നാമത്തെ ടൂള്. രണ്ടാമത്തെ തൊട്ടടുത്ത് കിടപ്പുണ്ട്. രണ്ടാമത്തെ കിടപ്പുണ്ട്. പേര് മാക്സിമൈസ് അല്ലെങ്കിൽ മാക്സിമൈസ് എന്ന് എഴുതുക. മാക്സിമൈസ് താഴെ എഴുതുക റീസ്റ്റോർ. മാക്സിമൈസ് ബട്ടൺ അല്ലെങ്കിൽ റീസ്റ്റോർ ബട്ടൺ. ഓക്കെ, അതായത് ഒരു സമയത്ത് അവിടെ ഒരു ഫംഗ്ഷനെ കാണിക്കുള്ളൂ. വിൻഡോ ഇപ്പോൾ മാക്സിമൈസ് ആയതുകൊണ്ട് ഇപ്പോൾ ആ ബട്ടൻ്റെ പേര് എന്തായിരിക്കും? റീസ്റ്റോർ ആയിരിക്കും. നിങ്ങൾ നോക്കിയ ആ ബട്ടൻ്റെ പേര് റീസ്റ്റോർഡ് എന്നായിരിക്കും. നിങ്ങളവിടെ വയ്ക്കുമ്പോൾ ഇവിടെ ഇതിലിപ്പോൾ വരില്ല. ഇത് വിൻഡോസ് 11 ആയതുകൊണ്ട് ഇവിടെ പേരെഴുതി കാണിക്കില്ല. എങ്കിലും ഓർമ്മിക്കുക, അതിൻ്റെ പേര് റീസ്റ്റോർഡ് ആയിരിക്കും. നിങ്ങളുടെ വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി. റീസ്റ്റോർഡ് എന്നായിരിക്കും അതിൻ്റെ പേര്. ഓക്കെ അല്ലേ? മാക്സിമൈസ് ആയിരിക്കും അതിൻ്റെ പേര് റീസ്റ്റോർഡ് എന്നായിരിക്കും. റീസ്റ്റോർ ആയിരിക്കും അതിൻ്റെ പേര് എന്തായിരിക്കും? മാക്സിമൈസ് എന്നായിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ അവിടെ രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, ഒരു സമയത്ത് ഒന്നേ കാണിക്കുള്ളൂ. മാക്സിമൈസ് അല്ലെങ്കിൽ റീസ്റ്റോർഡ്. ഓക്കെ, തൊട്ടടുത്തത് മിനിമൈസ് ആണ്. തൊട്ടടുത്ത ഏതാണ്? മിനിമൈസ് ആണ്. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ പഠിച്ചത് ഇമ്പോർട്ടൻറ്റ് ക്ലോസ്, മാക്സിമൈസ്, റീസ്റ്റോർഡ്, മിനിമൈസ്. ഈ 4 ഫംഗ്ഷൻ അടങ്ങിയ ആ ഒരു ബോക്സിനെ വിളിക്കുന്ന പേരാണ് കൺട്രോൾ ബോക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ നിങ്ങൾക്ക്? ഇനി ക്ലോസ് എന്താണ്? ക്ലോസ് നമുക്ക് നോക്കിയോ. ഇത് വേർഡ് വിൻഡോ ആണ്. ക്ലോസ് എന്ന് പറഞ്ഞാൽ ക്ലോസ് എ വേർഡ് വിൻഡോ എന്ന് തന്നെയാണ് അർത്ഥം. ക്ലിയർ അല്ലേ? നമുക്കിവിടെ 2 രീതിയിലുള്ള ക്ലോസുകളുണ്ട്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും കുറേ കഴിയുമ്പോൾ. ഇപ്പോൾ ഇവിടെ ഒരു ക്ലോസ് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതാ നോക്കിയോ. ഇപ്പോൾ ഞാനിത് ക്ലോസ് ചെയ്യാണ്. ഇതാ ക്ലോസ് ചെയ്തു. കണ്ടില്ലേ? വേർഡ് വിൻഡോ എന്തായി? ക്ലോസ് ആയി. വേർഡ് വിൻഡോ ക്ലോസ് ആയി. ഓക്കെ അല്ലേ? വേർഡ് വിൻഡോ ക്ലോസ് ആയി. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? എന്നാൽ ഞാൻ വേറൊരു ക്ലോസ് ചെയ്യണം. നോക്കിയോ, വേറൊരു ക്ലോസ് ചെയ്തു. ഇപ്പോൾ വേർഡ് വിൻഡോ ക്ലോസ് ആയില്ല. ഇപ്പോൾ ക്ലോസ് ആയത് എന്താ? ഇപ്പോൾ ക്ലോസ് ആയത് വേർഡ് ഡോക്യുമെൻ്റ് ആണ് എന്നുള്ളത് ഓർമ്മിക്കുക. കണ്ടില്ലേ? നിങ്ങളിപ്പോൾ പഠിക്കണ്ട, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ക്ലോസ് എന്ന് ഞാൻ എടുത്ത് പറയാൻ കാരണം, ക്ലോസ് എ വേർഡ് വിൻഡോ എന്ന് എടുത്ത് പറയാൻ കാരണം, നമുക്ക് വേർഡ് വിൻഡോയും കംപ്ലീറ്റ്ലി വേർഡ് വിൻഡോ ക്ലോസ് ചെയ്യാം. ഡോക്യുമെൻ്റ് മാത്രമായിട്ടും എന്ത് ചെയ്യാം? ക്ലോസ് ചെയ്യാം. അത് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ക്ലിയർ അല്ലേ? അപ്പോൾ അവിടെ അതായത് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏതാണ്? കൺട്രോൾ ബോക്സ് ആണ്. അപ്പോൾ കൺട്രോൾ ബോക്സിൽ കിടക്കുന്ന ക്ലോസ് ഏതാണ്? കൺട്രോൾ ബോക്സിൽ കിടക്കുന്ന ആ ക്ലോസ് ബട്ടൺ എന്തിനുപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ ക്ലോസ് എ വേർഡ് വിൻഡോ എന്ന് തന്നെ പഠിക്കണം. ക്ലോസ് എ വേർഡ് വിൻഡോ എന്നാണ് അതിൻ്റെ അർത്ഥം. ക്ലോസ് എ വേർഡ് വിൻഡോ എന്ന് പഠിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് ഇനി പഠിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എത്ര രീതിയിൽ നമുക്ക് വേർഡ് വിൻഡോയെ ക്ലോസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് പ്രധാനമായും 7 രീതികൾ പരിചയപ്പെടുത്തി തരും. അങ്ങനെ നമ്പർ ഇട്ടൊന്നും PSC ചോദിക്കൂല. എങ്ങനെ ഞാൻ പറഞ്ഞു തരുന്ന രീതികൾ എടുത്ത് വെച്ചിട്ട് ഇത് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നെന്ത് ചെയ്യാം? ചോദിക്കാം. അതുകൊണ്ട് നമുക്ക് ആ രീതികളെല്ലാം ഒന്ന് പഠിക്കണം. എന്തൊക്കെ ചെയ്താൽ വേർഡ് വിൻഡോയെ നമുക്ക് ക്ലോസ് ചെയ്യാം എന്ന് പഠിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ഹൗ മെനി വേ ടു ക്ലോസ് എ വേർഡ് വിൻഡോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ അവിടെ 7 എന്ന് എഴുതണം. എഴുതി വയ്ക്കുക. അതൊരു PSC ചോദിക്കില്ല. 7 രീതിയിൽ വേർഡ് വിൻഡോ ക്ലോസ് ചെയ്യാമെന്ന് പഠിക്കുക. 7 രീതി ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും? പറഞ്ഞു തരും. ഓക്കെ അല്ലേ? ഒന്നാമത്തത് എന്ത് തന്നെയാണ്? വേർഡ് വിൻഡോയുടെ റൈറ്റ് സൈഡിൽ കൺട്രോൾ ബോക്സ് ഉണ്ട്. കൺട്രോൾ ബോക്സിനകത്ത് എന്തുണ്ട്? ക്ലോസ് ബട്ടൺ ഉണ്ട്. റൈറ്റ് സൈഡിനകത്ത് കൺട്രോൾ ബോക്സ് ഉണ്ട്. കൺട്രോൾ ബോക്സിൽ ആരുണ്ട്? ക്ലോസ് ബട്ടൺ ഉണ്ട് എന്നുള്ളത് പഠിക്കുക. ആ ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ വേർഡ് വിൻഡോ എന്തായി? ക്ലോസ് ആയി. അപ്പോൾ കൺട്രോൾ ബോക്സിൽ ക്ലോസ്. അതാണ് ഒന്നാമത്തെ രീതി. രണ്ടാമത് ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ രണ്ടാമത്തെ ഭാഗമാണ് ഏത് ബാർ? ടൈറ്റിൽ ബാർ ഇല്ലേ? രണ്ടാമത്തെ ഭാഗമാണ് ടൈറ്റിൽ ബാർ. ആ ടൈറ്റിൽ ബാറിൽ എന്ത് ചെയ്താൽ മതി? ടൈറ്റിൽ ബാറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ടൈറ്റിൽ ബാറിൽ മൗസ് വെച്ചിട്ട് എന്ത് ചെയ്യുക? ടൈറ്റിൽ ബാറിൽ കൊണ്ടുപോയി മൗസ് വെച്ചിട്ട് എന്ത് ചെയ്യണം? റൈറ്റ് ക്ലിക്ക് ചെയ്യണം. ടൈറ്റിൽ ബാറിൽ വെച്ച് എന്ത് ചെയ്തു? റൈറ്റ് ക്ലിക്ക് ചെയ്തു. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പോപ്പപ്പ് മെനു വന്നില്ലേ? ഒരു ഡയലോഗ് ബോക്സ് വന്നില്ലേ? അല്ലെങ്കിൽ ഒരു മെനു ബാർ വന്നില്ലേ? ഈ മെനുവിൽ ക്ലോസ് ഉണ്ട്. ക്ലോസ് കൊടുത്താൽ മതി. ക്ലോസ് ആയി. അപ്പോൾ ടൈറ്റിൽ ബാറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും?
ക്ലോസ് ചെയ്യാൻ പറ്റും. പഠിച്ച് വരണേ കൂടെ എൻ്റെ കൂടെ. അപ്പോൾ പറഞ്ഞ് പഠിച്ച് നിങ്ങൾ വരിക. ഒന്ന് കൺട്രോൾ ബോക്സിൽ ക്ലോസ് ചെയ്യുന്നു. കൺട്രോൾ ബോക്സിൽ എന്തുണ്ട്, ക്ലോസ് ബട്ടൺ ഉണ്ട്, അതിൽ കൊടുത്ത് ക്ലോസ് ചെയ്യുന്നു. അടുത്ത ടൈറ്റിൽ ബാറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. പിള്ളേരെ മറക്കല്ലേ, ടൈറ്റിൽ ബാറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുന്നു എന്നുള്ളത് പഠിക്കാം. ഓക്കെ അല്ലേ? ഇനി അടുത്ത രീതിയാണ്, നിങ്ങൾ നോക്കിയേ, ഇവിടെ അറ്റത്തായിട്ട് ഒരു ബട്ടൺ ഉണ്ട്. പേരെന്താ? ഓഫീസ് ബട്ടൺ എന്നാണല്ലേ പേര്. ഓഫീസ് ബട്ടണിൽ അത് അവിടെ കിടക്കുന്ന ബട്ടൻ്റെ പേരെന്താ? ഓഫീസ് ബട്ടണാണ്. പിള്ളേരെ ഓഫീസ് ബട്ടണിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഓഫീസ് ബട്ടണിൽ എന്ത് ചെയ്താൽ മതി? ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. നോക്കിയേ, ഓഫീസ് ബട്ടണിൽ എന്ത് ചെയ്യുന്നു? ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഓഫീസ് ബട്ടണിൽ എന്ത് ചെയ്യുന്നു? ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ നിന്നും ക്ലോസ് ആയി. അത് എപ്പോഴെന്തായി? ക്ലോസ് ആയി. ക്ലിയർ അല്ലേ? അപ്പോൾ ഒന്നും പറഞ്ഞില്ല. ഒന്ന് കൺട്രോൾ ബോക്സിൽ ക്ലോസ്, ടൈറ്റിൽ ബാറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ക്ലോസ്. ടൈറ്റിൽ ബാറിൽ അടുത്ത് പറഞ്ഞ എന്താ? ഓഫീസ് ബട്ടണിൽ എന്ത് ചെയ്യുന്നു? ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഓഫീസ് ബട്ടണിൽ എന്ത് ചെയ്യപ്പെടുന്നു? ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. ക്ലിയർലേ? ഇനി നോക്കി അടുത്ത രീതിയാണ്, ശ്രദ്ധിക്കുക. അടുത്ത രീതിയാണ്, നോക്കിയോ. അടുത്ത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഓഫീസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓഫീസ് ബട്ടണിൽ എന്ത് ചെയ്യുന്നു? ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഓഫീസ് ബട്ടൺ ഓപ്പൺ ആയി വരുന്നു. ഓക്കെ അല്ലേ? അതിൽ നോക്കിയേ, എക്സിറ്റ് വേർഡ്. ഇവിടെ ഒരു ക്ലോസ് ഉണ്ട്, അത് വേറെയാണ്. അത് ഡോക്യുമെന്റ് ക്ലോസ് ചെയ്യാനാണ്. എക്സിറ്റ് വേർഡ് ഏതാണ്? എക്സിറ്റ് വേർഡ്. ഓഫീസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് എക്സിറ്റ് വേർഡ്. ഓഫീസ് ബട്ടൺ ക്ലിക്ക് എക്സിറ്റ് വേർഡ്. ഓഫീസ് ബട്ടൺ ക്ലിക്ക് എക്സിറ്റ് വേർഡ്. അതാണ് അടുത്ത ഫംഗ്ഷൻ. ക്ലിയർ അല്ലേ? അപ്പോൾ കൺട്രോൾ ബോക്സിൽ എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. പറഞ്ഞു വന്നേ, കൺട്രോൾ ബോക്സിൽ ക്ലോസ് ചെയ്തു. ഇനി ടൈറ്റിൽ ബാറിൽ എന്ത് ചെയ്തു? റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ക്ലോസ് കൊടുത്തു. ടൈറ്റിൽ ബാറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ക്ലോസ് കൊടുത്തു. ഓഫീസ് ബട്ടണിൽ എന്ത് ചെയ്തു? ഓഫീസ് ബട്ടണിൽ ഡബിൾ ക്ലിക്ക് ചെയ്തു. അല്ലേ? അടുത്ത ഓഫീസ് ബട്ടണിൽ എന്ത് ചെയ്തു? ഒരു ക്ലിക്ക് ചെയ്തിട്ട് എന്ത് കൊടുത്തു? എക്സിറ്റ് വേർഡ് കൊടുത്തു. ഓക്കെ ആണോ? ഓഫീസ് ബട്ടണിൽ സിംഗിൾ ക്ലിക്ക് ചെയ്യുന്നു, എക്സിറ്റ് വേർഡ് കൊടുക്കുന്നു. ഇനി നോക്കിയോ, ഇനി അടുത്ത ഷോർട്ട് കട്ട് കീ ആണ്. ഓക്കെ, നമ്മുടെ ക്ലോസ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ഇതാണ്. ഓൾട്ട് കണ്ടോ? ഓൾട്ട് പ്ലസ് F4. ഓൾട്ട് പ്ലസ് അതുകൊണ്ട് F4 എന്ന് പറയുന്ന ബട്ടൺ കണ്ടോ? F4 ക്ലോസ് എ വിൻഡോ ഇൻ എ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് F4. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഓപ്പൺ ആയിരിക്കുന്ന ഏതൊരു വിൻഡോയെയും, മറക്കല്ലേ, വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഓപ്പൺ ആയിരിക്കുന്ന ഏത് വിൻഡോ ആയിക്കോട്ടെ നമുക്ക് ക്ലോസ് ചെയ്യാൻ ഏത് ഉപയോഗിക്കാം? F4. ഓൾട്ട് F4 ഉപയോഗിക്കാം. വേർഡ് തന്നെ ആവണമെന്നില്ല. ക്ലിയർ അല്ലേ? എങ്കിലും വേർഡ് പഠിക്കണമെന്ന് നമുക്ക് വേർഡ് ക്ലോസ് ചെയ്യാം. ഇങ്ങനെ ഓൾട്ട് പ്ലസ് F4 കൊടുത്താൽ മതി. വേർഡ് വിൻഡോ എന്തായി? ക്ലോസ് ആയി. അപ്പോൾ ഓൾട്ട് പ്ലസ് F4 എന്ന് പറയുന്ന ബട്ടൺ പഠിക്കുക. ഓൾട്ട് പ്ലസ് F4 വളരെ പ്രധാനം. ഓക്കെ, ഓൾട്ട് F4 നിങ്ങൾ പഠിച്ചു. ക്ലിയർ അല്ലേ? അപ്പോൾ ഇപ്പോൾ പഠിച്ചത് ഏതൊക്കെയാ? കൺട്രോൾ ബോക്സിൽ ക്ലോസ്, ടൈറ്റിൽ ബാറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ക്ലോസ്, ഓഫീസ് ബട്ടണിൽ ഡബിൾ ക്ലിക്ക്, ഓഫീസ് ബട്ടണിൽ ഒരു സിംഗിൾ ക്ലിക്ക് എക്സിറ്റ്, ഓഫീസ് ബട്ടണിൽ സിംഗിൾ ക്ലിക്ക് ചെയ്ത് എക്സിറ്റ് അല്ലേ? എക്സിറ്റ് വേർഡ് കൊടുത്താൽ മതി. ഇനി എന്താ അടുത്ത് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താ? ഓൾട്ട് പ്ലസ് F4. ക്ലിയർ അല്ലേ? ഇനി അടുത്ത രീതിയാണ്, അടുത്ത് ക്ലോസ് ചെയ്യാനുള്ള രീതിയാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഓൾട്ട് തന്നെയാണ്. ഓൾട്ട് F അടിച്ചപ്പോൾ എന്ത് വന്നു? ഞാൻ ഓൾട്ട് F കൊടുത്തത്. ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരാം. നോക്കിയോ, എടാ ഓൾട്ട് F കൊടുക്കുകയാണ്. നോക്കിയോ, ഓൾട്ട് F കൊടുത്തപ്പോൾ ഏത് ഓപ്പൺ ആയി? ഓഫീസ് ബട്ടൺ ഓപ്പൺ ആയില്ലേ? ഓൾട്ട് F കൊടുത്തപ്പോൾ ഏത് ഓപ്പൺ ആയി? ഓഫീസ് ബട്ടൺ ഓപ്പൺ ആയി. അവിടെ ഞാൻ എക്സ് എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കുകയാണ്. എക്സ് എന്ന് പറയുന്ന കീ കൊടുത്തു അല്ലേ? ഞാൻ കൊടുത്തത് എങ്ങനെയാ? ഓൾട്ട് FX. കണ്ടില്ലേ? ഓൾട്ട് FX. പറഞ്ഞേ പിള്ളേരെ, പറഞ്ഞു പഠിച്ചേ. ഓൾട്ട് FX. ഒന്നുകൂടി ഓർമ്മിക്കുക. ഓൾട്ട് FX കൊടുത്തപ്പോഴത്തേക്ക് എന്തായി? വിൻഡോ ക്ലോസ് ആയി. ഓൾട്ട് FX കൊടുത്താലും എന്ത് ക്ലോസ് ആവും? വിൻഡോ ക്ലോസ് ആവും എന്നുള്ളത് ഓർമ്മിച്ച് വെച്ചിരിക്കുക. ക്ലിയർ അല്ലേ? ഓൾട്ട് FX. ഓക്കെ ആണ്. ശരി, ഇവിടെ നോക്കിയോ, അടുത്ത നമുക്കറിയാലോ, ഇത് വീണ്ടും വേർഡ് വിൻഡോ ഓപ്പൺ ആയിരിക്കുകയാണ്. ഇനി എങ്ങനെ നമുക്ക് ക്ലോസ് ചെയ്യാം? ഇനി നമുക്കൊരു ബാർ ഇവിടെ താഴെ ഏറ്റവും ബോട്ടം സൈഡിലൊരു ബാർ കിടക്കുന്നുണ്ട്. അത് വേർഡിൻ്റെ ബാറല്ല കേട്ടോ. ആ കിടക്കുന്ന ബാർ ആരുടേതാണ്? അത് വിൻഡോസിൻ്റെതാണ്. വിൻഡോസിൻ്റെ ഒരു ബാർ ഇവിടെ താഴെ കിടപ്പുണ്ട്. കണ്ടല്ലേ നിങ്ങൾ? ആ ബാറിൽ എന്തുണ്ട്? നമുക്ക് ടാസ്ക് ബാർ എന്നാണ് അതിനെ വിളിക്കുന്ന പേരെന്താണ്? ടാസ്കുകൾ കൈകാര്യം ചെയ്യുന്ന, ടാസ്കുകൾ ഡിസ്പ്ലേ ചെയ്യുന്ന ബാറാണ് ടാസ്ക് ബാർ.
വിൻഡോസിൽ ഓപ്പൺ ചെയ്യുന്ന ഏതൊരു ടാസ്കും ഏതൊരു ആപ്ലിക്കേഷനും ടാസ്ക് ബാറിൽ എന്ത് ചെയ്തിരിക്കും? ഷോ ചെയ്തിരിക്കും. അപ്പോൾ ടാസ്ക് ബാറിൽ ഷോ ചെയ്യാതെ ഒരു ആപ്ലിക്കേഷനും ഇവിടെ ഓപ്പൺ ആവില്ല, ഡെസ്ക്ടോപ്പിൽ ഓപ്പൺ ആവില്ല. അപ്പോൾ ഇത് ടാസ്ക് ബാർ. ആ ടാസ്ക് ബാറിൽ നമ്മുടെ വേർഡിൻ്റെ എന്തുണ്ട്, വേർഡ് ഓപ്പൺ ആയി കിടക്കുന്നതിൻ്റെ ഒരു സിമ്പൽ അവിടെ ഉണ്ട്, വേർഡിൻ്റെ ഒരു ഭാഗം, ഒരു ഐക്കൺ അവിടെ ഉണ്ട്, കണ്ടില്ലേ? അതിൽ വച്ചിട്ട് എന്ത് ചെയ്യുക? റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക? റൈറ്റ് ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ വെച്ച് എന്ത് ചെയ്യുക? റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവർ ചോദിക്കണ്ട ക്ലോസ് വിൻഡോ എന്ന് ചോദിക്കുന്നുണ്ട്. വിൻഡോ ക്ലോസ് ചെയ്യട്ടെ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ വിൻഡോ ക്ലോസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവിടെ എന്തായി? ക്ലോസ് ആയി. അപ്പോൾ 7 രീതി പഠിച്ചേ പിള്ളേരെ. 7 രീതി നമ്മൾ പറഞ്ഞേ. ഒന്നാമത്തെ എന്താ? കൺട്രോൾ ബോക്സിൽ ക്ലോസ്. 2 ടൈറ്റിൽ ബാറിൽ റൈറ്റ് ക്ലിക്ക് ക്ലോസ്. 3 ഓഫീസ് ബട്ടണിൽ ഡബിൾ ക്ലിക്ക്. 4 ഓഫീസ് ബട്ടണിൽ ഒരു സിംഗിൾ ക്ലിക്ക് എക്സിറ്റ് വേർഡ്. ഓൾട്ട് പ്ലസ് F4, ഓൾട്ട് FX. അടുത്തെന്താ പറഞ്ഞേ? അടുത്ത് ലാസ്റ്റ് പറഞ്ഞത് എന്താണ്? ടാസ്ക് ബാറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. കൺസേൺഡ് ലോഗോയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. എന്ത് കൊടുക്കുന്നു? ക്ലോസ് കൊടുക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെ 7 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ക്ലോസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഓർമ്മിച്ചിരിക്കുക. ഇനി അടുത്തത് ശ്രദ്ധിക്കുക. ഇപ്പോൾ 7 രീതി ക്ലോസ് ചെയ്യാൻ പഠിച്ചു, ക്ലോസ് കഴിഞ്ഞു, ക്ലിയർലി. ഇനി അടുത്തെന്താ ഉള്ളത്? ഇനി മാക്സിമൈസ് ഓർ റീസ്റ്റോർ ആണ്. മാക്സിമൈസ് അല്ലെങ്കിൽ റീസ്റ്റോർ ആണ്. നമുക്കൊന്ന് എടുക്കാം, നോക്കിയേ. വിൻഡോ ഒന്ന് എടുക്കാം, നോക്കിയേ. വിൻഡോ ഓപ്പൺ ആയി വരികയാണ്, വിൻഡോ ഓപ്പൺ ആയി നിൽക്കുകയാണ്, കണ്ടില്ലേ? അപ്പോൾ ഇതിൽ അവിടെ തൊട്ടടുത്ത് കിടപ്പുണ്ട് മാക്സിമൈസ് അല്ലെങ്കിൽ റീസ്റ്റോർ എന്ന് പറയുന്ന ബട്ടൺ. ഇപ്പോൾ ഇവിടെ കിടക്കുന്ന റീസ്റ്റോർ ബട്ടണാണ്, കാരണം വിൻഡോ മാക്സിമൈസ് ആണ്. ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കിയേ, വിൻഡോ എന്തായി? റീസ്റ്റോർഡ് വിൻഡോ ആയി. ഇപ്പോൾ വിൻഡോ റീസ്റ്റോർഡ് ആണ്. ഇത് വീണ്ടും ക്ലിക്ക് ചെയ്തപ്പോൾ എന്തായി? വീണ്ടും മാക്സിമൈസ് ആയി. വീണ്ടും എന്തായടാ? മാക്സിമൈസ് ആയി. അപ്പോൾ മാക്സിമൈസും ചെയ്യാൻ പറ്റും, റീസ്റ്റോറും ചെയ്യാൻ പറ്റും, ഇല്ലേ? അപ്പോൾ അതിനാണ് ആ ബട്ടൺ അവിടെ ഉപയോഗിക്കുന്നത്. മാക്സിമൈസ് ചെയ്യാം, റീസ്റ്റോർ ചെയ്യാം. മാക്സിമൈസ് ആയിരിക്കുമ്പോൾ റീസ്റ്റോർ ആയിരിക്കുമ്പോൾ മാക്സിമൈസ്. ഓക്കെ, റീസ്റ്റോറും മാക്സിമൈസിന് പ്രത്യേകത നോക്കിക്കോ, ശ്രദ്ധിച്ചിരിക്കാം. ഇപ്പോൾ വിൻഡോ മാക്സിമൈസ് ആണ് അല്ലേ? മാക്സിമൈസ്ഡ് വിൻഡോയെ നമുക്ക് ഒരിക്കലും ഡെസ്ക്ടോപ്പിൽ മൂവ് ചെയ്യാൻ കഴിയില്ല. അത് എഴുതി വയ്ക്കാം. മാക്സിമൈസ്ഡ് വിൻഡോയെ നമുക്ക് ഡെസ്ക്ടോപ്പിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല? മൂവ് ചെയ്യാൻ പറ്റൂല. വിൻഡോ റീസ്റ്റോർഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടൈറ്റിൽ ബാറിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡെസ്ക്ടോപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും? വളരെ മൂവ് ചെയ്യാൻ പറ്റും. ക്ലിയർലി? വിൻഡോ എന്തായാൽ? റീസ്റ്റോർഡ് ആയാൽ ഈ മാക്സിമൈസ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വിൻഡോയെ മൂവ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. ക്ലിയർലി? ഓക്കെ അല്ലേ? ഇനി മാക്സിമൈസ് റീസ്റ്റോർ ചെയ്യാൻ അവിടെ ബട്ടണിൽ മാത്രം പ്രസ് ചെയ്താൽ മതിയോ? അത് മാത്രമേ ഉള്ളൂ? അല്ലല്ലോ. ബാക്കി എങ്ങനെയൊക്കെ നമുക്ക് മാക്സിമൈസ് ചെയ്യാം, എങ്ങനെയൊക്കെ റീസ്റ്റോർ ചെയ്യാമെന്ന് പഠിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് അവിടെ അത് മനസ്സിലായല്ലോ. കൺട്രോൾ ബോക്സിൽ എന്ത് ചെയ്യാമെന്ന് മനസ്സിലായല്ലോ. അതുപോലെ ടൈറ്റിൽ ബാറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ടൈറ്റിൽ ബാറിൽ എന്ത് ചെയ്യുക? റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാക്സിമൈസും ചെയ്യാൻ പറ്റും, റീസ്റ്റോറും ചെയ്യാൻ പറ്റും. ഇവിടെ റീസ്റ്റോർ കൊടുത്തു, കണ്ട? വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്ത് എന്ത് കൊടുക്കുകയാണ്? മാക്സിമൈസ് കൊടുക്കുകയാണ്. അപ്പോൾ ടൈറ്റിൽ ബാറിൽ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്തും മാക്സിമൈസും ചെയ്യാം, റീസ്റ്റോറും ചെയ്യാം. ടൈറ്റിൽ ബാറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് മാക്സിമൈസും ചെയ്യാം, റീസ്റ്റോറും ചെയ്യാം എന്ന് പഠിക്കുക. ഇനി ടൈറ്റിൽ ബാറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ടൈറ്റിൽ ബാറിൽ എന്ത് ചെയ്തു? ഡബിൾ ക്ലിക്ക് ചെയ്തു. അപ്പോൾ എന്തായി? റീസ്റ്റോർഡ് ആയി. വീണ്ടും ഡബിൾ ക്ലിക്ക് ചെയ്തു, എന്തായി? മാക്സിമൈസ് ആയി. അപ്പോൾ ടൈറ്റിൽ ബാറിൽ ഡബിൾ ക്ലിക്ക് ചെയ്തും മാക്സിമൈസും ചെയ്യാം, റീസ്റ്റോറും ചെയ്യാം. ടൈറ്റിൽ ബാറിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് മാക്സിമൈസും ചെയ്യാം, റീസ്റ്റോറും ചെയ്യാം. പഠിക്കണേ പിള്ളേർ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ടൈറ്റിൽ ബാറിൽ വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി? ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി, മാക്സിമൈസും ആവും, റീസ്റ്റോർഡും ആവും. അത് ഓർമ്മിക്കുക. ഇനി ഷോർട്ട് കട്ട് കീ പഠിക്കണം. മാക്സിമൈസ് ചെയ്യാനും റീസ്റ്റോർ ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ. വേർഡ് ആയിക്കോട്ടെ, എക്സൽ ആയിക്കോട്ടെ, പവർ പോയിന്റ് ആയിക്കോട്ടെ, ഏതായാലും മാക്സിമൈസിനും റീസ്റ്റോറിനും ഉള്ള ഷോർട്ട് കട്ട് കീ ഇതാണ്. പഠിക്കുക, ഒന്നുമില്ല. അതിൻ്റെ പേര് ഇതിങ്ങനെയാണ്: ഓൾട്ട് പ്ലസ് F10 എന്ന് പഠിക്കുക. ഓൾട്ട് പ്ലസ് F10 ആണ്. ഓർമ്മിക്കണേ, മറക്കല്ലേ. ഓൾട്ട് പ്ലസ് F10 ആണ്. നോക്കിയോ, ഓൾട്ട് പ്ലസ് F10 കൊടുക്കുകയാണ്. നോക്കിയോ, ഓൾട്ട് F10 കൊടുത്തപ്പോൾ എന്തായി? റീസ്റ്റോർഡ് ആയി. കണ്ടില്ലേ? വീണ്ടും ഞാൻ ഓൾട്ട് F10 കൊടുക്കുകയാണ്. ഓൾട്ട് F10 കൊടുത്തു, എന്തായി? മാക്സിമൈസ് ആയി. ക്ലിയർലേ? അപ്പോൾ ഇവിടെ കീബോർഡ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഈ സിസ്റ്റം കീബോർഡ് എടുത്തത്. അതിൽ ചെറിയ സ്ലോ ഉണ്ടാവും, അത് ഓർമ്മിച്ചിരിക്കുക. ക്ലിയർലേ? അപ്പോൾ ഓൾട്ട് പ്ലസ് F10 എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ ഓൾട്ട് പ്ലസ് F10 കുറിച്ച് പഠിക്കണം. ഞാനിപ്പോൾ നിങ്ങൾക്ക് മാക്സിമൈസ് റീസ്റ്റോർ ചെയ്ത് കാണിച്ചു എന്നേ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ല പഠിക്കേണ്ടത്, ശ്രദ്ധിച്ചിരിക്കുക. നോക്കിക്കോ, ഞാനിവിടെ ഇപ്പം ഒരു
വേർഡ് വിൻഡോ ആണുള്ളത്, ഒറ്റ വിൻഡോയേ ഉള്ളൂ. ഞാൻ കുറച്ച് വിൻഡോസ് ഇൻസ്റ്റാൾ ഇടയാണ്, നോക്കി കുറച്ച് കൂടുതൽ വിൻഡോ ഇടയാണ്. നോക്കിയോ ഇവിടെ ഇപ്പോൾ വേർഡിൻ്റെ 16 വിൻഡോ ഉണ്ട്. വേർഡിൻ്റെ എത്ര വിൻഡോ ഉണ്ട്? 16 വേർഡ് വിൻഡോകൾ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് Alt+F10 എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നോക്കിയോ Alt+F10, Alt+F10 കൊടുത്തേ. നോക്കിയോ കണ്ടോ നിങ്ങൾ Alt+F10 കൊടുത്തപ്പോൾ, അതായത് ഈ 16 വിൻഡോയും എന്ത് ചെയ്തു? ഒരുമിച്ച് റീസ്റ്റോറായി അല്ലേ? ഒരുമിച്ച് റീസ്റ്റോറായി. 16 വിൻഡോയും ഒരുമിച്ച് എന്ത് ചെയ്തു? റീസ്റ്റോറായി. വീണ്ടും Alt+F10 കൊടുക്കുകയാണ്. Alt+F10 കൊടുക്കുകയാണ്. Alt+F10 കൊടുക്കുകയാണ്. നോക്കിയോ Alt+F10 കൊടുക്കുമ്പോൾ ഈ 16 വിൻഡോയും ഒരുമിച്ച് എന്താവും? മാക്സിമൈസ് ആവും. അതായത് ഓൾ വിൻഡോ മാക്സിമൈസ് ഓർ റീസ്റ്റോർഡ് ആണ്. ഓൾ വിൻഡോ മാക്സിമൈസ് ഓർ റീസ്റ്റോർഡ് ആണ് എന്ന് പറയുന്നത് Alt+F10 എന്ന് പറയുന്നത്. ഓൾ വിൻഡോ മാക്സിമൈസ് ഓർ റീസ്റ്റോർഡ് ആണ് Alt+F10 എന്ന് പറയുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ അല്ലേ പിള്ളേരെ? ഓൾ വിൻഡോ മാക്സിമൈസ് ഓർ റീസ്റ്റോർഡ്. ഓക്കെ ആണ്. ഓൾ വിൻഡോ മാക്സിമൈസ് ഓർ റീസ്റ്റോർഡ് ആണ് ഏത്? Alt+F10 എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായോ? ഓൾ വിൻഡോ എന്ത് ചെയ്യാൻ പറ്റും? മാക്സിമൈസ് ചെയ്യാനും പറ്റും, റീസ്റ്റോർ ചെയ്യാനും പറ്റും. ഓൾ വിൻഡോ മാക്സിമൈസ് ഓർ റീസ്റ്റോർ ആണ് Alt+F10 എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇവിടെ ഇപ്പോൾ 16ാമത്തെ വിൻഡോ ഉണ്ട്, ഇതിൻ്റെ ബാക്കിൽ 15 ഉണ്ട്, അതിൻ്റെ ബാക്കിൽ എന്തുണ്ട്? 14 ഉണ്ട്. അപ്പം ഞാൻ ചോദിക്കുകയാണ്, 16ാമത്തെ വിൻഡോ മാത്രം, അതായത് ആക്റ്റീവ് വിൻഡോ മാത്രം അല്ലെങ്കിൽ കറണ്ട് വിൻഡോ മാത്രം മാക്സിമൈസ് ചെയ്യണം, റീസ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ, കറണ്ട് വിൻഡോ മാത്രം മാക്സിമൈസ് ചെയ്യണം, റീസ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് Alt+F10 അല്ല. ഓർമ്മിക്കുക, Alt+F10 അല്ല. കറണ്ട് വിൻഡോ മാത്രം മതിയെങ്കിൽ അത് അങ്ങനെയല്ല. എങ്കിൽ അവിടെ കൊടുക്കേണ്ട ഏതാണ്? Ctrl+F10 ആണ്. Ctrl+F10 ആണ്. കണ്ട Ctrl+F10 കൊടുത്തപ്പം കണ്ടോ നിങ്ങൾ? 16ാമത്തെ വിൻഡോ മാത്രം എന്തായി? റീസ്റ്റോറായി. 16ാമത്തെ വിൻഡോ മാത്രം എന്തായി? റീസ്റ്റോറായി. ഞാൻ വീണ്ടും Ctrl+F10 കൊടുക്കുകയാണ്. Ctrl+F10 കൊടുക്കുകയാണ്. അപ്പോൾ അതെന്ത് ചെയ്തു? 16ാമത്തെ വിൻഡോ മാത്രം എന്തായി? മാക്സിമൈസ് ആയി. അപ്പോൾ കറണ്ട് വിൻഡോ പിള്ളേരെ മറക്കല്ലേ, കറണ്ട് വിൻഡോ മാക്സിമൈസ് ഓർ റീസ്റ്റോർ ആണ്. മാക്സിമൈസ് ഓർ റീസ്റ്റോർ ആണ് Ctrl+F10. Ctrl+F10. ഓൾ വിൻഡോ ആണെങ്കിൽ Alt+F10 ആണ് എന്നേ പഠിക്കാവൂ. ഓൾ വിൻഡോ ആണെങ്കിൽ Alt+F10 എന്ന് പഠിക്കണം. ഓക്കെ ആണ്, ഓക്കെ ആണ്. ഇനി ശ്രദ്ധിക്കുക, ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇടാ ഓൾ വിൻഡോ റീസ്റ്റോർ മാത്രം ചെയ്യാൻ, ഓൾ വിൻഡോ റീസ്റ്റോർ മാത്രം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് കട്ട് കീ ഉണ്ട്. ഓൾ വിൻഡോ റീസ്റ്റോർ മാത്രം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീയാണ്. ഇപ്പോൾ ഈ റീസ്റ്റോർ മാത്രമേ ഉള്ളൂ, മാക്സിമൈസ് ചെയ്യാൻ പറ്റില്ല. ഓൾ വിൻഡോ എന്ത് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ? റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് കട്ട് കീ ഉണ്ട്. അതിൻ്റെ പേരാണ് Alt+F5. Alt+F5 എന്ന് പറയുന്നത്. ഓൾ വിൻഡോ റീസ്റ്റോർഡ് ഒള്ളി അല്ലെങ്കിൽ റീസ്റ്റോർഡ് ഡൗൺ എന്ന് ചോദിച്ചാൽ Alt+F5 ആണ്. അപ്പോൾ നമ്മൾ റീസ്റ്റോറും മാക്സിമൈസും ആണേ പഠിച്ച പിള്ളേരെ. റീസ്റ്റോർ എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ നിന്ന് ചെറുതാക്കി വയ്ക്കുക. ക്ലിയർലി? മറ്റത് ഫിറ്റ് ടു സ്ക്രീനാണ് മാക്സിമൈസ്. ഫിറ്റ് ടു സ്ക്രീനിൽ വിൻഡോയെ മൂവ് ചെയ്യാൻ പറ്റില്ല. റീസ്റ്റോർഡ് വിൻഡോ ആയിരിക്കുമ്പോൾ മൂവ് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? ടൈറ്റിൽ ബാറിൽ ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്ത് കൊടുത്താൽ മതി? ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി, മൂവ് ആവും. ക്ലിയർലി? ഇനി ടൈറ്റിൽ ബാറിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് മാക്സിമൈസ് ഓർ റീസ്റ്റോർ ചെയ്യാം. ടൈറ്റിൽ ബാറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തും മാക്സിമൈസ് ഓർ റീസ്റ്റോർ ചെയ്യാം എന്നുള്ളത് ഓർമ്മിച്ച് വച്ചിരിക്കുക. ഇത്രയും ഓക്കെ അല്ലേ? പിന്നെ നമ്മൾ ഷോർട്ട് കട്ട് കീയിൽ പഠിച്ചു. ഓൾ വിൻഡോ ആണെങ്കിൽ Alt+F10, കറണ്ട് വിൻഡോ ആണെങ്കിൽ ഓൾ വിൻഡോ മാക്സിമൈസ് ഓർ റീസ്റ്റോർ ആണെങ്കിൽ Alt+F10, കറണ്ട് വിൻഡോ മാക്സിമൈസ് ഓർ റീസ്റ്റോർ ആണെങ്കിൽ Ctrl+F10, ഓൾ വിൻഡോ റീസ്റ്റോർഡ് ഒള്ളി ആണെങ്കിൽ ഏതുപയോഗിക്കും നിങ്ങൾ? ഏതുപയോഗിക്കും? Alt+F5 ഉപയോഗിക്കണം. Alt+F5 ഉപയോഗിക്കണം. ഓക്കെ അല്ലേ? അത് അവിടെ തീർന്നു. ക്ലിയർലി? ക്ലോസ് ആയി, മാക്സിമൈസ് ഓർ റീസ്റ്റോർ ആയി.